പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഇബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ചത്. പ്രൈസലോ. ഇബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമ ഭക്തന്മാരുടെ വിശ്വാസ വീരന്മാരുടെ വലിയൊരു നീണ്ട നിരയെ കാണാം. പഴയ നിയമ വിശ്വാസ വീരന്മാർക്ക് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസം, ഭക്തി, അവർക്കുണ്ടായിരുന്ന സമർപ്പണം, അർപ്പണബോധം, ഹല്ലേലൂയ. അവർ ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവരോട് കൂടെ നടന്നത്. അവർക്ക് ദൈവത്തിനുണ്ടായിരുന്ന വിശ്വാസം, ഹല്ലേലൂയ. ദൈവത്തിന് അവരോടുണ്ടായിരുന്ന ആ ഇടപെടലില്, ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിച്ചത്, ആമേ, വിശ്വാസ വീരന്മാർ ദൈവത്തെ സ്നേഹിച്ചത്, അവർ കർത്താവിന് വേണ്ടി ജീവൻ വെച്ചു കൊടുത്തത്, പിറുപിറുപ്പ് കൂടാതെ മഹത്വമേറിയ നാമത്തിന് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ച അനവധി ശക്തരായിരിക്കുന്ന വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ് നമ്മൾ ഇബ്രായ ലേഖനം 11 കാണുന്നത്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തതും കഴിഞ്ഞ കാലഘട്ടത്തിൽ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നതുമായ ഈ ശക്തന്മാരായിരിക്കും ദൈവദാസന്മാരെ കാണാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവരുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വളരെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസലോ. അമ്മ, ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ഇത്രമാത്രം വില കൊടുക്കുന്ന ഭക്തന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഹല്ലേലൂയ. അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും. നമ്മെ വിളിച്ച വേലയ്ക്ക് വേണ്ടി നാം ദൈവത്തിന്റെ സമർപ്പണം ചെയ്ത് കഴിയുമ്പോൾ, നമ്മെ അർപ്പിച്ചു കഴിയുമ്പോൾ അതിന്റെ നടുവിൽ ഒരുപാട് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വെല്ലുവിളികളും കടന്നു വരും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഏത് സാഹചര്യങ്ങളും നീ കടന്നു പോകേണ്ടി വന്നാലും, ആമേൻ, യഹോവയായ ദൈവത്തെ പഴയ നിയമ വിശുദ്ധന്മാർ മുറുകെ പിടിച്ചതുപോലെ, ഹല്ലേലൂയ, ഈ പുതിയ നിയമ വിശ്വാസികളോട് പറയട്ടെ, ഏതെല്ലാം മേഖലയിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും അവിടെ നീ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും. ഇസഹാക്ക് എന്ന വാക്കിന് പുഞ്ചിരി എന്ന അർത്ഥമാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ എന്നർത്ഥമാണ്. ആമേൻ എന്ന് പറഞ്ഞാൽ ഹാസ്യം, ചിരി, സന്തോഷം എന്നിങ്ങനെ ഇതിനൊക്കെ പല പല അർത്ഥങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പം കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ് ആമേൻ പൗലോസ് പോലും പറയുന്നത്. ഇസഹാക്ക് എന്ന വാക്കിന് ചിരി എന്ന അർത്ഥം. ആ ചിരി എന്ന അർത്ഥത്തിന് ആമേൻ ചില പരിഭാഷ വായിച്ചപ്പോൾ, ചില വ്യാഖ്യാനങ്ങൾ വായിച്ചപ്പോൾ അതിന് ഹാസ്യം, ചിരി, സന്തോഷം എന്തൊക്കെയുണ്ട്. അങ്ങനെ വിവിധ മേഖലയിൽ ആ വാക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇസഹാക്കിനെ ആമേൻ നമുക്കൊരു മാതൃകയായി വെച്ചിരിക്കുമ്പോൾ, എൻ്റെ പൗലോസ് ഇതൊക്കെ കണ്ടിട്ട് ഫിലിപ്പിയൻസിന്റെ ലേഖനം 4:4 പറഞ്ഞു, ആമേൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഹല്ലേലൂയ. അത് ശക്തമായ നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് പൗലോസിലൂടെ സംസാരിക്കുമ്പോൾ, ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടും കർത്താവിനോട് ശക്തമായി വില കൊടുത്ത ഒരു ദൈവദാസനാണ് പൗലോസ് എന്ന് പറയുന്നത്. പഴയ നിയമ ഭക്തന്മാർ കടന്നു പോയതുപോലെയൊക്കെ കടന്നുപോയ അതിശക്തനായ ആമേൻ ാണ് പൗലോസ്. ഹല്ലേലൂയ. താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും തന്റെ മുമ്പിൽ നിൽക്കുന്ന ആമേൻ അപകടങ്ങളെ, അനർത്ഥങ്ങളൊക്കെ കണ്ടിട്ടും അതിനെയൊന്നും ഗണ്യമാക്കാൻ, അതിനു മുമ്പിൽ തലകുനിക്കാതെ, പതറിപ്പോകാതെ തന്നിൽ ഉണ്ടായിരിക്കുന്ന ആ സമർപ്പണം, കർത്താവുമായിട്ടുള്ള ബന്ധം, ഹല്ലേലൂയ, അത് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി അവരെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട്, അവരെ ശക്തരാക്കി മാറ്റാൻ വേണ്ടി പൗലോസ് പറയാണ്, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. കഷ്ടത വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, നിന്ദകൾ വരുമ്പോൾ, അപമാനങ്ങൾ കടന്നു വരും, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, നീ ഒറ്റപ്പെടുമ്പോൾ, രോഗങ്ങൾ കടന്നു വരും, സാമ്പത്തിക ഞെരുക്കങ്ങൾ കടന്നു വരുമ്പോൾ, നീ ജീവിതത്തിൽ ഒന്നുമില്ലാതായി മാറുമ്പോൾ, ക്രിസ്തുവിന്റെ ക്രിസ്തു മുഖാന്തരം നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് വീട്ടിൽ നിന്ന് പടിയടച്ച് വെണ്ണം വെച്ച് ഇറക്കി വിട്ട് നിനക്ക് ലഭിക്കാനുള്ള നന്മകളെല്ലാം തരാതെല്ലാം തടഞ്ഞു വെക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ നിങ്ങൾ പതറിപ്പോകരുത് കേട്ടോ. പഴയ നിയമ ഭക്തന്മാരൊക്കെ വില കൊടുത്തതുപോലെ, അപ്പോസ്തലനായ പൗലോസൊക്കെ വില കൊടുത്തതുപോലെ, യേശുവിന്റെ ശിഷ്യന്മാരായിരുന്ന ആമേൻ അപ്പോസ്തലന്മാരൊക്കെ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രയത്നിച്ച് കർത്താവിന് വേണ്ടി അന്ത്യത്തോളം നിന്നതുപോലെ, ഹല്ലേലൂയ, നമ്മൾ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ഏത് പ്രതിസന്ധികൾ നടുവിലും നമുക്ക് ചിരിക്കുവാൻ കഴിയണം, സന്തോഷിക്കാൻ കഴിയണം. ഞാൻ ഏത് പ്രതിസന്ധി വന്ന് പിറുവിറുക്കുന്ന ആളായിരുന്നു. എന്ത് പ്രതികൂലം വന്നാലും പിറുവിറുക്കുമായിരുന്നു.
അപ്പൊ പിന്നെ കർത്താവിനോട് നീ പിറുപിറുത്തത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. പിറുപിറുത്ത ഇസ്രായേൽ മക്കൾക്ക് ഒരിക്കലും വാഗ്ദത്ത കനാലിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. നീ പിറുപിറുപ്പുകാരനാണെങ്കിൽ നിനക്ക് എന്റെ അവകാശമായിരിക്കുന്ന ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യമായ പരദീസ്യ നിത്യമായ രാജ്യത്തിൽ ആ സ്വർഗ്ഗകാനയിൽ നിനക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് നിന്റെ പിറുപിറുപ്പ് മാറ്റിവെച്ചിട്ട് ഞാൻ നിനക്ക് മുമ്പേ വെളിപ്പെടുത്തി നിനക്ക് മാതൃകയായിട്ട് കാണിച്ചു തന്നിരിക്കുന്ന അവര് നീതി അറിയാൻ വേണ്ടി നിനക്ക് ബോധ്യമാക്കി തന്നത് പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അവൻ കാരാഗ്രഹത്തിലായിരുന്നു. ആ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ പൗലോസ് എനിക്ക് വേണ്ടി കഷ്ടസഹിക്കും പറയുക, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിച്ച് എന്നെ പിന്നെ നിങ്ങൾ കേട്ടില്ലേ, അറിഞ്ഞില്ലേ, വായിച്ചില്ലേ? അതെ, ഞാനും കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഏത് പ്രതികൂലം വന്നാലും സന്തോഷിപ്പാൻ കുറവാണ് കളഞ്ഞേന. അതേപോലെ അതേ ഉള്ളൂ. ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷിക്കുന്നവന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആനന്ദം കൊണ്ട് നിറഞ്ഞിരിക്കും. നല്ല രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. ഇവിടെ ഞാൻ ഈ സ്തോത്രങ്ങൾ വായിച്ച ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്, ഹല്ലേലൂയ, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ, ദൈവം പറഞ്ഞപ്പോൾ ആ വാക്ക് കേട്ട് അബ്രഹാം എവിടേക്ക് പോകുന്നു എന്നറിയാതെ, ഹല്ലേലൂയ, സ്തോത്രം, എവിടേക്ക് പോകുന്നു എന്നറിയാതെ ഹല്ലേലൂയ പുറപ്പെട്ടു എന്നാണ്. ഹല്ലേലൂയ. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതിനപ്പുറത്ത് നമ്മൾ മറുചോദ്യം ചോദിക്കാൻ നിൽക്കരുത്. ദൈവത്തിനോട് സംസാരിക്കുന്നതിനപ്പുറത്ത് മറുചോദ്യം ചോദിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ദൈവശബ്ദം നിനക്ക് പിന്നീട് കേൾക്കാൻ കഴിയാതെ വരും. ഹല്ലേലൂയ. കർത്താവ് പറയുന്നതിനെ ചോദ്യം ചെയ്യാതെ ആ വാക്ക് കേട്ട് പുറപ്പെടാൻ നീ തയ്യാറായാൽ പിന്നത്തേതിൽ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം അബ്രഹാമിന്റെ തലമുറകളായിരിക്കുന്ന ഇസഹാക്കിന് യാക്കോബിന്റെ മകനെ യോസേഫ് തുടങ്ങി ഇങ്ങോട്ട് ഇസ്രായേലിനെ അനുഗ്രഹിച്ച ആ കർത്താവ് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. രക്തം വിശ്വസിക്കുന്നത് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. അപ്പം വിശ്വാസികളുടെ പിതാവായിട്ടാണ് അബ്രഹാം അറിയപ്പെടുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ യഹൂദന്മാരായാലും പുറജാതികളായാലും അബ്രഹാമിന്റെ മക്കളാണെന്ന് ഗലാത്യ ലേഖനം ഹല്ലേലൂയ സ്തോത്രം നമ്മൾ 3:7 വായിക്കുന്നുണ്ട്. അപ്പം വിശ്വാസ ജീവിതത്തിന്റെ മാതൃകാ പുരുഷനാണ് ഹല്ലേലൂയ അബ്രഹാം. വിശ്വാസ ജീവിതത്തിന്റെ മാതൃകാ പുരുഷനാണ് ഹല്ലേലൂയ അബ്രഹാം അതനുസരിച്ച് തന്റെ മകനായിരിക്കും ഇസ്ഹാക്കിനെ വളർത്തി. ഇസ്ഹാക്ക് അതുപോലെ യാക്കോബിനെ വളർത്തി. യാക്കോബിലൂടെ യോസേഫ് അത് കണ്ടുപിടിച്ചു. ഹല്ലേലൂയ. യോസേഫിലൂടെ പിന്നീട് വന്ന തലമുറകൾ അതെല്ലാം കണ്ടുപിടിച്ച് ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വാസത്താൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അബ്രഹാം എത്ര തന്നെ മഹാസമ്പന്നനായി ശോഭിച്ചാലും അവൻ തനിക്കായി ഒരു വീട് പോലും പണിതില്ല. അബ്രഹാം വലിയ സമ്പന്നനായിരുന്നു, എന്നിട്ട് പോലും തനിക്ക് വേണ്ടി ഒരു വീട് പണിതില്ല. ഹല്ലേലൂയ. ലോകത്തിനവൻ അന്യനും പരദേശിയുമായി ജീവിച്ചു. ഈ ലോകത്തിൽ അബ്രഹാം അന്യനും പരദേശിയുമായി ജീവിച്ചു. ഇസ്ഹാക്കിനോട് കൂടെ കൂടാരങ്ങളിൽ താമസിച്ചു. തുടർച്ചയായി കൂടാരങ്ങൾ പറിച്ചുകൊണ്ട് നടക്കേണ്ടി വന്നപ്പോഴും ഇസ്ഹാക്ക് പിറുപിറുത്തില്ല. അബ്രഹാമും ഇസ്ഹാക്കും ഒക്കെ സ്ഥലങ്ങൾ മാറി പാർക്കുമ്പോൾ കൂടാരം പറിച്ചുകൊണ്ട് മാറി നടക്കുന്നപ്പോഴും ഓരോ സ്ഥലത്തിലും ഒരു കൂടാരം പണിയുമ്പോഴും കൂടാരം കെട്ടുമ്പോഴും അവർ ദൈവത്തിനെ പിറുപിറുത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തെ വായിക്കുമ്പോ എന്റെ ഹല്ലേലൂയ സ്തോത്രം അപ്പ മറ്റുള്ളവരെ പോലെ എനിക്കൊരു നല്ല വീട് പണിത് തരുമോ? നമുക്ക് സ്വന്തമായിട്ട് വീട് വേണ്ട എന്നൊന്നും ഇസ്ഹാക്ക് തന്റെ പിതാവായ അബ്രഹാമിന് ചോദിച്ചിട്ടില്ല. ഇന്നത്തെ തലമുറ നമ്മളൊക്കെ അങ്ങനെ, ഞാനും അങ്ങനെയൊക്കെയാ. എന്നൊരു വീട് കിട്ടും, എന്നൊരു വീട് പണിയാൻ പറ്റും, എന്ന് കർത്താവ് ഞങ്ങൾക്ക് ഒരു വീട് തരും, ഞാനും എന്റെ കുഞ്ഞും, ഞാനും എന്റെ തലമുറ, ഞാനും എന്റെ കുടുംബവും പാർക്കേണ്ട, ഞങ്ങൾക്ക് എന്തൊരു വീട് കിട്ടും, ഞങ്ങൾക്ക് നല്ലൊരു വീട്. എത്ര കാലമായി ഞങ്ങൾ വാടകയ്ക്ക് കിടക്കുന്നു, എത്ര കാലമായി ഞങ്ങൾ അന്യ വീട്ടിൽ മാറി താമസിക്കുന്നു, എത്ര വീട് മാറി, എത്ര താമസം മാറി, എത്ര വാടക വീട് മാറി, ഞങ്ങൾക്കൊരു വീട് തരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മൾ പറയുമ്പോൾ ഇസ്ഹാക്ക് അങ്ങനെ ഒന്നും ചോദിച്ചില്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊരു വീട് കിട്ടും, നമ്മൾ എത്ര നാളിങ്ങനെ കൂടാരം മാറി അടിക്കുന്നു ചോദിക്കാതെ അബ്രഹാമിലൂടെ ഉള്ള വിശ്വാസം ഇസ്ഹാക്ക് ഏറ്റെടുത്തിട്ട് അപ്പനോട് കൂടെ കൂടാരം മാറി അടിച്ച് പിറുപിറുത്തില്ല. അല്ലെങ്കിൽ നമുക്കൊക്കെ എത്ര കിട്ടിയാലും തികയത്തില്ല. നമുക്കൊക്കെ കേരളത്തിൽ വീടുണ്ട്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വീടുണ്ട്, വിദേശ രാജ്യത്ത് വീടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് തികയത്തില്ലെന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ മറ്റുള്ളവരെ പോലെ നമ്മൾ ജീവിക്കാൻ വരികരുത്. മറ്റുള്ളവരെ പോലെ അവൻ അത് ചെയ്തു, അവൾ അത് ചെയ്തു, എനിക്കും അങ്ങനെയാകണം, അങ്ങനെ നമ്മൾ ഒരിക്കലും വരികരുത്. നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. നിന്നെക്കുറിച്ച് ഒരു ദൈവത്തിന് പ്ലാനുണ്ട്. മറ്റുള്ളവരെ പോലെ ആകാൻ നീ ശ്രമിക്കരുത്. ഹല്ലേലൂയ. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് ജീവിപ്പാൻ നീ ഒരുങ്ങരുത്. നിനക്ക് എന്താണോ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് അത് മാത്രമേ നിനക്ക് ലഭിക്കുമാകത്തുള്ളൂ. ഹല്ലേലൂയ.
ഞാൻ അങ്ങനെ വിശ്വസിക്കുക അല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുക മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിച്ചാൽ ഒരിക്കലും എനിക്ക് അങ്ങനെ ആകാൻ പറ്റത്തില്ല. അവർ പോകുന്നു, അവർ ജീവിക്കുന്നു, അവർ സമ്പാദിക്കുന്നു, അവർ നേടുന്നു, അവർ പേരുണ്ടാക്കുന്നു, പ്രശസ്തി ഉണ്ടാക്കുന്നു. അതുകൊണ്ട് എനിക്കും അതേ നിലയിലാക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ച എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലേ? അതുകൊണ്ട് കർത്താവിന് വേണ്ടി നമ്മൾ എത്തിച്ചു കൊടുക്കണം. വലിയ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആമേ സ്തോത്രം. ഇവിടെ ആമേ ഇസ്ഹാക്കിനൊരു വീട് പോലും ഇല്ല. കൂടാരം മാറി മാറി അടിച്ചു. സ്നേഹിതന്മാരുണ്ടായിരുന്നു, എന്നും മാറി താമസ സ്നേഹിതന്മാരില്ല. സ്ഥിരമായൊരു വിലാസം പോലും ഇല്ലായിരുന്നു. അവർക്ക് സ്ഥിരമായൊരു വിലാസം പോലും ഇല്ലായിരുന്നു. എന്നല്ല, ഇസ്ഹാക്ക് ഒരിക്കലും പറഞ്ഞുമില്ല, വാദിച്ചുമില്ല, അബ്രഹാമിന് നേരെ പിറുപിറുത്തുമില്ല. ഈ കാലം മാറി വന്നപ്പം ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ മാറിയപ്പോൾ ഇവിടേക്ക് ഇതൊക്കെ ആവശ്യം. അബ്രഹാമിന്റെ കാലഘട്ടവും ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ കാലഘട്ടം അല്ലിത്. ഈ കാലഘട്ടം നമുക്ക് സ്വന്തമായി വീട് വേണം, നമുക്കൊരു വിനാശമൊക്കെ വേണം, എങ്കിലേ ഇവിടുത്തെ നിയമങ്ങൾക്കനുസരണം ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതും ഈ കാലഘട്ടത്തിൽ ശരിയാണ്. പക്ഷേ എങ്കിലും നമ്മൾ പിറുപിറുക്കാൻ പാടില്ല. അല്ലേരിയ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത ദൈവത്തിന്റെ ദാസന്മാരെ കണ്ടുകൊണ്ട് അവർക്ക് മാതൃക, അവരോടൊപ്പം നിന്ന് നമുക്ക് ശേഷമുള്ള തലമുറയ്ക്ക് മാതൃകയായി നമ്മൾ നിൽക്കണം. അല്ലേരിയ നമ്മളെപ്പോഴും സന്തോഷിപ്പാൻ കഴിയണം, എപ്പോഴും സന്തോഷിപ്പാൻ കഴിയണം. അല്ലേരിയ ഞാൻ ഒരുപാട് കഷ്ടനഷ്ട വേദന ദുഃഖങ്ങളുടെ കടന്നു പോവുകയാണ്. അല്ലേരിയ പക്ഷെ ഞാൻ ഇപ്പോഴും സന്തോഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എനിക്കറിയാം, ഞാനിരുന്ന് കരഞ്ഞതുകൊണ്ടോ നിലവിളിച്ചതുകൊണ്ടോ സങ്കടപ്പെട്ടുകൊണ്ടോ പിറുപിറുത്തത് കൊണ്ടോ ഒന്നും എനിക്കൊന്നും നേടാനില്ല. അല്ലേരിയ എന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്, ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. അത് ദൈവിക സമയത്തെ നടക്കുകയുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് ഞാൻ അങ്ങ് യാത്ര ചെയ്യുകയാണ്. അല്ലാതെ ഞാൻ എന്തെല്ലാം ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. പ്രാർത്ഥിക്കാം, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ ഒരു സെക്കൻഡിന്റെ മൈക്രോ സെക്കൻഡ് മതി. അല്ലെ, ഒരു സെക്കൻഡ് മൈക്രോ സെക്കൻഡ് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല എങ്ങനെയാണ്. അത്രയും സമയം മതി ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ. കഷ്ടതയിലൂടെ, സങ്കടത്തിലൂടെ, ജീവിതം നിരാശപ്പെട്ട് ഒറ്റപ്പെട്ട് കണ്ണുനീരിന്റെ നടുവിലൂടെ, പട്ടിണിയുടെ ദുരന്തത്തിലൂടെ, വേദനയുടെ മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്ന സഹോദര സഹോദരി, ദൈവം നിനക്ക് വേണ്ടി വലിയ ചെയ്തിട്ടുണ്ട് കേട്ടോ. വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുക. നീ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ ദൈവം നിന്നെ മാനിച്ചുയർത്തും. വിശ്വസിക്കുന്നുണ്ട്. ചില അത്ഭുതങ്ങളെ ഈ നാളുകളിൽ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോവുക, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നീ പ്രാർത്ഥിച്ചതും ഉപവസിച്ചതും കണ്ണുനീരോടെ ദൈവത്തിന് നിലവിളിച്ചതും നിന്റെ കണ്ണുനീരിനെ കിടക്കം കൊണ്ട് നനച്ചതും എല്ലാം എന്റെ കർത്താവ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ യേശു ചെയ്യും, രക്തം ചെയ്യാം. അല്ലേരിയ അപ്പൊ നിങ്ങൾ നിരാശപ്പെട്ട് ഭാരപ്പെട്ടു പോകുന്നത് സാമ്പത്തികമായി ഞെരുക്കമാണോ, കടങ്ങളാണോ, ബാധ്യതകളാണോ? നീ ജീവിതത്തിൽ തളർന്നിരിക്കുന്ന സാഹചര്യം ഏതാണ്? അതിന്റെ നടുവിൽ നീ ഒരിക്കലും പതറിപ്പോകരുത്. കഷ്ടനഷ്ട വേദന ദുഃഖങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉള്ളതാണ്. കഷ്ടം സഹിക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞ പട്ടുമെത്തയുടെ പട്ടുമെത്തന്റെ അനുഭവമല്ല. വലിയ സൗദങ്ങളിൽ വലിയ ബംഗ്ലാവിൽ താമസിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്നൊക്കെ പറയുന്നത്. ക്രിസ്തീയ ജീവിതം പറഞ്ഞ ആഡംബര കാറുകളിൽ സുഖിച്ച് നടക്കുന്നു, പുളച്ചു മതിച്ച് ജീവിച്ച് നടക്കുന്നു അല്ല ക്രിസ്ത്യൻ ജീവിതം. ക്രിസ്ത്യൻ ജീവിതം പറഞ്ഞാൽ മുള്ളും പറക്കാറുകൾ കൊണ്ട് നിറയപ്പെട്ട കഷ്ടതയുള്ള കഷ്ടപ്പാടുകളുള്ള വേദനയുള്ള ദുഃഖമുള്ള കണ്ണുനീരുള്ള ഞെരുക്കങ്ങളുള്ളതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തുവിനോടൊപ്പം കഷ്ടം സഹിക്കാൻ ദൈവം നമുക്ക് വരം കൂടെ തന്നിരിക്കുന്നത്. ചിലരൊക്കെ ചിന്തിക്കുന്ന ക്രിസ്ത്യ ജീവിതത്തിൽ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് വന്നാൽ ഈ കറുത്ത ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ പെന്തക്കോസുകാരോട് വന്നു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കൻ പണം കിട്ടും, ഗൾഫ് പണം കിട്ടും, കോടീശ്വരന്മാരാകാം, വലിയ വീട് വെക്കാം, വലിയ വണ്ടികൾ വാങ്ങാം എന്തൊക്കെ ചിന്തിക്കുന്ന അനവധി ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നും കിട്ടത്തില്ല കേട്ടോ. പ്രൈസ് എന്നെ കുറിച്ച് എന്താണോ ദൈവത്തിന് പദ്ധതി അത് മാത്രം നടക്കും. പിന്നെ നിനക്ക് അഭിനാവ് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ദിവ്യാഗ്രഹമാണ്. പിന്നെ മറ്റുള്ളവരെ പോലെ ആകണമെങ്കിൽ നീ കളവ് പറയണം, കളവ് പറയണം, ചതിവ് ചെയ്യണം, വഞ്ചന ചെയ്യണം, ദൈവികമല്ലാത്ത രീതിയിലൊക്കെ നീ ഉണ്ടാക്കണം. അല്ലേലൂയ. അബ്രഹാമിനെ സംബന്ധിച്ച് നോക്കിയാട്ട് അബ്രഹാം ദൈവത്തിന് വേണ്ടി വില കൊടുത്തവനാ. അബ്രഹാമിന്റെ മകനെ ഇസ്ഹാക്ക് പിതാവിൽ നിന്ന് കണ്ടുപിടിച്ച് അപ്പന്റെ മുമ്പിൽ പിറുവിറുക്കാതെ നിന്നവനാ. അത് ഇന്ന് മകൻ നീ പിറുവിറുക്കാതെ നിന്റെ അപ്പന്റെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ ഏതപ്പനാ? സ്വർഗീയ പിതാവ്, നിന്റെ പിതാവായി, നിന്റെ വീണ്ടെടുപ്പുകാരൻ, രക്ഷകനായിരിക്കും. നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ സകലവും ഒരുക്കി വെക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിന്നെ തന്നെ ലഭിച്ചു കൊടുത്തുകൊണ്ട് പിതാവായി ദൈവസന്നിധി നീ അർപ്പണത്തോടുകൂടി നിൽക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല പ്രിയരെ. നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് അല്ലേരിയ. നമ്മുടെ വിശ്വാസത്തെയാണ് ദൈവം നോക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും ഏത് സാഹചര്യത്തിലും സന്തോഷിപ്പാൻ കഴിയണം.
ഏത് സാഹചര്യത്തിലും സന്തോഷിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. ഞാൻ ചില കാര്യങ്ങളൊക്കെ വളരെ വേദനയുടെ സങ്കടത്തിന്റെ അടിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷകളൊക്കെ ചിലരോടൊക്കെ ചില കാര്യങ്ങൾ സംസാരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു മറുപടി പോലും കിട്ടാതെ വരുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ചില വേദനകളൊക്കെ ഉണ്ടാകും. അല്ലേ? പക്ഷെ ഞാൻ അന്നൊരു കർത്താവ് എന്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരാളോട് കാര്യം ചോദിച്ചു, അതിന് ഒരു മറുപടി കിട്ടാതിരുന്നാലും അതിന്റെ നടുവിൽ പതറിപ്പോകരുത്, മണ്ണെടുത്ത് പോകരുത്, സങ്കടപ്പെട്ടു പോകാതെ, നിന്ദിക്കപ്പെട്ടു പോകാതെ, അതോർത്ത് ഭാരപ്പെടാതെ അതിന്റെ നടുവിൽ സന്തോഷിപ്പാനുള്ള കൃപ നൽകണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു അനുഭവം ഒരിക്കലും കുറഞ്ഞു പോകരുത്. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത്. ആത്മഭാരം, എന്നെ പോലെ നിന്നെ പോലെ കഷ്ടം സഹിക്കുന്ന ആയിരങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടെന്നേ. ഒരു നേരത്തെ ആഹാരമില്ലാതെ, ഒരു വീടില്ലാതെ, മക്കളെ പഠിപ്പിക്കാൻ മാർഗമില്ലാതെ, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വളരെ കഷ്ടപ്പെടുന്ന, ശാരീരികമായി ബലഹീന, രോഗത്താൽ ഭാരപ്പെടുന്ന അനവധി പ്രിയപ്പെട്ടവർ എനിക്ക് ചുറ്റിലും മുമ്പിലും ഉണ്ടെന്നോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടത്തും വലത്തും, നിങ്ങളുടെ ഫ്രണ്ടിലുമായി ഉണ്ട്, നിങ്ങളുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ആയിട്ട്, നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ സഹപ്രവർത്തകർ, അനവധി ആളുകളുടെ കഷ്ടം സഹിക്കുന്നേ. നമ്മൾ ചിലപ്പോൾ അവരെ കൂടെ നോക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. നമുക്ക് ഓരോ ദിവസം മുന്നോട്ട് പോകണം. ഞാൻ പലപ്പോഴും ഈ ടൗണിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് യാചകരെ ശ്രദ്ധിക്കാറുണ്ട്. ഒരുപാട് യാചകർ കുളിക്കാതെ, വരയ്ക്കാതെ, വസ്ത്രം നന്നായി ധരിക്കാതെ, തലമുടി വെട്ടാതെ, ഷേവ് ചെയ്യാതെ, സ്തോത്രം ഇങ്ങനെ റോഡെ അലഞ്ഞ് എവിടെന്നെങ്കിലും ആരെങ്കിലും ഒക്കെ കൊടുക്കുന്ന പൈസ കൊണ്ട് കടയിൽ ചെന്ന് അവർ ചായ കൊടുക്കത്തില്ല, ചോറ് കൊടുക്കത്തില്ല, ഇനി അഥവാ കൊടുത്താലും ഏതെങ്കിലും കവർണത്തിട്ട് പ്ലാസ്റ്റിക് ഇട്ടിട്ട് കൈകൊണ്ട് ചൂണ്ടിക്കാണുക, അങ്ങ് ദൂരെ പോയിട്ട് കഴിച്ചോളാൻ പറയും. അല്ലെങ്കിൽ അങ്ങനെ ദൂരെ പോയി കഴിക്കുന്ന അനുഭവത്തിൽ ആളുകളെ കാണുമ്പോൾ ഞാൻ അവിടെയൊക്കെ വെയിറ്റ് ചെയ്തയാളെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ എന്നിട്ട് പറയും, കർത്താവേ, ഇവരുടെയൊക്കെ ജീവിതം എത്ര കാലം ഇങ്ങനെ പോകും? ഇവരെ കരുതുവാൻ, കാണുവാൻ, കേൾക്കുവാൻ, അവർക്ക് ഒരാശ്വാസം കൊടുക്കുവാൻ ആരുമില്ലല്ലോ. ഇവരുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോലും, ഈ മനുഷ്യൻ ഇങ്ങനെ ആകാനുള്ള ഗതി എന്താണ്? ഈ മനുഷ്യൻ ഇങ്ങനെ ആകാനുള്ള സാഹചര്യം എന്താണ് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ അവസ്ഥയിലേക്ക് വന്നതെന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഞാൻ എന്നിട്ട് അവിടെയൊക്കെ നിന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞാൻ അങ്ങനെയൊക്കെ ഒരുപാട് പേർക്കൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കത് കാണുന്നത് വലിയൊരു ഭാരമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് പറഞ്ഞു. ആ മെസ്സേജ് ചെറിയ ഷോർട്ട് മെസ്സേജുകളൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് കഴിയുമ്പോൾ ഒരു സഹോദരനോട്, പാപ്പച്ച എന്തായി കാറി കൂടി ഒച്ച വെച്ച് നടക്കുന്നത്? എന്നെ കേൾക്കുന്ന സഹോദരൻ, ചിലർക്ക് ഞാൻ ഈ ശക്തമായി ഉറക്കെ പ്രാർത്ഥിക്കും, മെസ്സേജ് പറയുന്നതും ചിലർക്ക് ഞാൻ ഒച്ച വെച്ച് നടക്കുന്നതായിട്ട് തോന്നും. ഹല്ലേലൂയ. പക്ഷെ ചിലർക്ക് ഞാൻ ഒച്ച വെച്ച് നടക്കുന്നതായിട്ട് തോന്നുന്നെങ്കിൽ അത് എന്റെ കുഴപ്പമൊന്നുമല്ല. ഞാൻ ഒരിക്കലും ഒച്ച വെച്ച് നടക്കാൻ ഞാനൊരു മാനസിക രോഗിയോ, മന്ദബുദ്ധിയോ, ഞാനൊരു വട്ടനോ അല്ലെങ്കിൽ പ്രാന്തനോ ഒന്നും അല്ല. എനിക്ക് നല്ല സുബോധമൊക്കെ ഉണ്ട്. ഞാൻ സുബോധമുള്ളതുകൊണ്ട് ഞാൻ കടന്നു വന്ന വഴികളുണ്ട്, ഞാൻ കായിരുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെ നിന്ന് തന്നെ വിടിവിച്ചു കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് എന്നെ ഇവിടെ സുബോധത്തോടുകൂടി നിർത്തിയിരിക്കുമ്പോൾ എന്നെ പോലെ ഞാൻ പണ്ട് ജീവിച്ചതുപോലെ ആയിരങ്ങൾ, പതിനായിരങ്ങളെ ഞാൻ കാണുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ള എന്റെ ഉറപ്പാണ്, വിശ്വാസമാണ്. ദൈവം എനിക്ക് തന്ന ദൗത്യമാണ്. വച്ചുവെക്കുന്നതൊന്നും അല്ല കേട്ടോ, പ്രാർത്ഥിക്കുന്നതാണ്, ദൈവവചനം പ്രസംഗിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവവചനം പ്രസംഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് തന്നിരിക്കുന്ന കഴിവിനും അറിവിനും ബുദ്ധിക്കും ജ്ഞാനത്തിനും അഭിഷേകത്തിനും അനുസരിച്ച് ഞാൻ ചെയ്യുന്നത്. എനിക്ക് വലിയ പ്രാസങ്ങളൊന്നും ഇല്ല. മറ്റുള്ളവരെ പോലെ അവതരിപ്പിക്കാനും അഭിനയിക്കാനും ഉള്ള കഴിവും ഒന്നും എനിക്കില്ല. എനിക്ക് തന്നിരിക്കുന്ന ഞാൻ അങ്ങ് ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനി നിങ്ങൾ കേട്ടില്ല, സ്വർഗത്തിൽ ദൈവം കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പറഞ്ഞാൽ ഉറപ്പാണ് കേട്ടോ. ഒരിക്കലും അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഓർക്കുമ്പം പ്രാർത്ഥിക്കാവുന്ന ഒരു സ്വഭാവവും ഇല്ല കേട്ടോ. പ്രാർത്ഥനയായിട്ടും പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. ഹല്ലേലൂയ. ഇവിടെ വേദപുസ്തകം പറയുന്നത്, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരുമെന്ന് സങ്കീർത്തന പുസ്തകം 37:4 നമ്മൾ വായിക്കുന്നുണ്ട്. അത് യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളണം. ഹല്ലേലൂയ. ലോകത്തിലല്ല രസിക്കേണ്ടത്, ലോകക്കാരിലല്ല രസിക്കേണ്ടത്, ലോകത്തെ നോക്കിയല്ല രസിക്കേണ്ടത്, ഇവിടുത്തെ മദ്യത്തിനും മയക്കുമരുന്നിനും ഇവിടുത്തെ ലഹരി പദാർത്ഥങ്ങളിലല്ല രസിക്കേണ്ടത്. ക്ഷണികമായ ജീവിതത്തിനും അധാർമികമായ ജീവിതം, അസന്മാർഗികമായ ജീവിതത്തിനും ഇവിടുത്തെ ദുഷ്കാമങ്ങളിലും വെറുക്കൂത്തലും വ്യഭിചാരങ്ങളിലും അല്ല രസിക്കേണ്ടത്. ഹല്ലേലൂയ. പിടിച്ചു പറിക്കുന്നതും ദിവ്യാഗ്രഹത്തിലും മോഷ്ടിക്കുന്നതും കൈക്കൂലി വാങ്ങുന്നതിനകത്തും ഒന്നും അല്ല രസിക്കേണ്ടത്. വചനം പറയുന്നത് യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. 37 സംഗീതം 4 വാക്യം ഞാൻ വായിക്കാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും.
അല്ലേ? അപ്പൊ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യും? ദൈവം തരും. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹവും സാധിക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നത്, വാശിയും പിടിക്കുന്നത്. ചിലത് ദുരാഗ്രഹമായിരിക്കും, ചിലത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ആഗ്രഹമായിരിക്കും. ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം ഇഷ്ടപ്പെടുന്നതുമായ ആഗ്രഹങ്ങളൊക്കെ ദൈവം തരും. ഹല്ലേലൂയ, സ്തോത്രം. അതല്ലാത്തൊന്നും തരത്തില്ല. അപ്പം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരുമെന്ന് പറയുമ്പോൾ അത് ദൈവവചന അടിസ്ഥാനമായിരിക്കണം. പ്രമാണത്തിന് അധിഷ്ഠിതമായ കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നീ ചെയ്യുന്നത്, ജീവിക്കുന്നത്, നടക്കുന്നത്, പ്രവർത്തിക്കുന്നത്, പറയുന്നത്, കേൾക്കുന്നത്. ആമേൻ. എങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം തരും. ഇപ്പൊ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. നീ 2 കുപ്പി കള്ളടിക്കാൻ പോട്ടെ കർത്താവ് ചോദിച്ചാൽ കർത്താവ് പറയും കള്ളം പറയും. ലേലിയ സോദരൻ. അപ്പൊ അതെല്ലാം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം സാധിക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞെന്നുള്ള ഭാഷ കേട്ടോ. അവൻ ദൈവത്തിൽ ആശ്രയം. പിറുപിറുക്കൽ കർത്താവിന് വെറുപ്പാണ്. ഇവിടെ പിറുപിറുക്കം എന്ന് പറയുന്നത് കർത്താവിന് വെറുപ്പാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന പിറുപിറുപ്പിന്റെ ആശാന്മാരായിരുന്നു. പിറുപിറുപ്പ് നമ്മുടെ ജന്മ സ്വഭാവമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ പിറുപിറുത്തവർക്ക് ആർക്കും വാഗ്ദത്ത ദേശമായത് കനാനിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അത് എന്നെ കേൾക്കുന്ന മാതാവിന്റെ പിതാ പിറുപിറുപ്പ് ദൈവം വെറുക്കുന്നു. ഹൃദയ സന്തോഷമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഏത് സാഹചര്യത്തിലും, ഏത് പ്രതികൂലത്തിന്റെ നടുവിൽ, ഏത് പ്രതിസന്ധിയിലും നിന്റെ ഹൃദയത്തിന്റെ സന്തോഷമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. രക്തം ചെയ്യം അവന്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരാകുന്നുവെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 5:7 വായിക്കുന്നുണ്ട്. ഇസഹാക്കിന്റെ സന്തോഷം കർത്താവിന്റെ ഹൃദയത്തിന് പ്രിയമായിരുന്നു. ഇസഹാക്കിന്റെ സന്തോഷം ആമേൻ നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിന് സന്തോഷമായിരുന്നു. ആമേൻ, സ്തോത്രം. നമ്മുടെ സന്തോഷം നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിന് സന്തോഷമാകണമെങ്കിൽ നമ്മൾ ഇസ്ഹാക്കിനെ പോലെ അനുസരണം, അർപ്പണ മനോഭാവമുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് വിശ്വാസ വീരന്മാരുടെ പട്ടിക ഇത്രമാത്രം ശക്തമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ അവരുടെ ഹൃദയത്തിന്റെ സന്തോഷമൊക്കെ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സന്തോഷമായിരുന്നു. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ ഇസ്ഹാക്കിന്റെ ഹൃദയത്തിന് ആമേൻ പ്രിയമായിരുന്നതൊക്കെ ആമേൻ ദൈവം നൽകി. ഇസ്ഹാക്കിന്റെ അധ്വാന ഫലമെല്ലാം ആമേൻ 100 മേനിയുമായിരുന്നു. നമ്മൾ കർത്താവിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് ദൈവം നിന്നെ 100 മേനിയായിട്ട് അനുഗ്രഹിക്കാനാക്കി. നിന്റെ കഷ്ടതയെല്ലാം മാറ്റുവാൻ, നിന്റെ സങ്കടങ്ങളെല്ലാം മാറ്റുവാൻ, കഴിഞ്ഞ കാലങ്ങളിൽ നീ കടന്നു വന്ന വഴികളെല്ലാം മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ, എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന പലരുണ്ടല്ലോ. ആദ്യം നിങ്ങൾ ഒരുപാട് സങ്കടത്തിലൂടെ കടന്നു പോയി, നിങ്ങളുടെ ചില സങ്കടങ്ങളോട് പറയാൻ പറ്റാത്തതുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, സാമ്പത്തികമായ ഞെരുക്കം വന്ന്, കഷ്ടം വന്ന്, സങ്കടം വന്ന്, കടക്കടി വന്ന്, ഒരുപാട് ഒറ്റപ്പെടുത്തൽ വന്നു കഴിയുമ്പോൾ അതിന്റെ നടുവിൽ നിന്റെ മനസ്സ് പതറിപ്പോകാതെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് നീ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ അന്ധകാരത്തിൽ വിടുവിച്ച് കൊണ്ടുവന്നതാണ്. ഹല്ലേലൂയ. നിന്നെ ദൈവം രാജകീയ പുരോഹിത വർഗം വിശുദ്ധ വംശമാക്കി സ്വന്തം ജനമായി ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് നിന്റെ ഏത് ആകുലതകളുടെ നടുവിലും, ഏത് സങ്കടങ്ങളുടെ നടുവിലും, ഏത് ദുഃഖങ്ങളുടെ നടുവിലും നീ ദൈവത്തിനെ സന്തോഷിപ്പാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന്റെ സന്തോഷം കർത്താവിന് ഇഷ്ടമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വേദനയൊക്കെ പറയുന്നത് നമുക്ക് ഉള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ നിങ്ങൾ ഈ ഫേസ്ബുക്കിൽ കാണാറുണ്ട്. അങ്ങനെ ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിച്ചു. 10-24 മിനിറ്റൊക്കെ 24 മിനിറ്റൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അത് കഴിഞ്ഞത് ആശയമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഹല്ലേലൂയ. ഭയങ്കര സങ്കടം ഹൃദയത്തിൽ. കർത്താവേ, എത്രമാത്രം ജനമാണ് കഷ്ടം സഹിക്കുന്നത്, എത്രമാത്രം ജനത്തിൽ വേദനയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാനിത് ഈ പൊരിയുന്ന വെയിലത്ത് ഈ നട്ടു സമയത്ത് ജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവേ, ഈ ജനത്തിന് വേണ്ടി അത്ഭുതം ചെയ്യണമേ, ഈ ജനത്തിലെ കണ്ണുനീര് കാണണമേ, ഈ ജനത്തിന് സങ്കടം കാണണമേ എന്നൊക്കെ ഞാൻ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ കണ്ണൊക്കെ ചിലപ്പോൾ പറഞ്ഞ് നിറഞ്ഞു പോകാറുണ്ട് കേട്ടോ. ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്ന മറ്റുള്ള സങ്കടങ്ങളൊക്കെ ഞാൻ എൻ്റെ സങ്കടങ്ങളായിട്ട് സ്വീകരിക്കാറുണ്ട്. കാരണം ഞാൻ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായതുകൊണ്ട് എന്നെപ്പോലെയാണല്ലോ മറ്റുള്ളവരും.
അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സങ്കടത്തിലൂടെ കടന്നു പോവുകയാണ്, ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. അതുപോലെ തന്നെയാ മറ്റുള്ളവരും. അല്ലെങ്കിൽ സാമ്പത്തികമായി ചിലപ്പോൾ എനിക്കുണ്ട്, സാമ്പത്തിക കഷ്ടപ്പാട് എനിക്കുണ്ട്, സാമ്പത്തിക ദുരിതങ്ങൾ എനിക്കുമുണ്ട്. ഓരോ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ, മറ്റാർക്കും അറിയത്തില്ല. അങ്ങനെ എന്നെപ്പോലെ ഒരുപാട് ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എന്നെപ്പോലെ പോകുന്നവരുണ്ട്. അല്ല ഞാൻ മാത്രമേ ഇങ്ങനെ ഉള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചാൽ ഞാൻ ഡൗണായി പോകും. എന്നെപ്പോലെ ഇങ്ങനെ ആയിരങ്ങൾ പതിനായിരങ്ങൾ വിവിധ രാജ്യങ്ങൾക്കകത്ത് വിവിധ ഭാഷക്കാരുടെ ഇടയിൽ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് തളം കെട്ടി നിൽക്കുന്ന ഭാരങ്ങളൊക്കെ ഒന്ന് ഇറങ്ങിപ്പോകട്ടോ. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. സ്വതന്ത്രം. നമ്മളെല്ലാം ദുഃഖിതരാണ്, നമുക്കെല്ലാം സങ്കടങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ നല്ലൊരു കർത്താവ് പറയുന്നത് അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് നൽകും. അപ്പൊ ഈ അബ്രഹാമൊക്കെ പുറപ്പെട്ട് ആ ജീവിത യാത്രകൾ ഒരുപാട് ക്ഷാമം. അബ്രഹാം അമേലിയ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ട് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ വലിയ ക്ഷാമമാണ് നേരിട്ടത്. അബ്രഹാം ജീവിതത്തിൽ ആദ്യം ക്ഷാമത്തെ ഉൽപ്പത്തി പുസ്തകം 12-10 വാക്യം വായിക്കുമ്പോൾ ഞാൻ നിന്നെ കാണിപ്പാനിക്ക് ദേശത്തേക്ക് പോകാൻ എന്ന് പറഞ്ഞ് അബ്രഹാം വിശ്വാസത്തെ യാത്ര തുടർന്നു. ആ കാലത്ത് ദേശത്ത് വലിയ ക്ഷാമം വന്നു. ഇസ്ഹാക്കിന്റെ കാലഘട്ടം ക്ഷാമം വന്നു, യാക്കോബിന്റെ കാലഘട്ടം ക്ഷാമം വന്നു. അല്ലെങ്കിൽ നിരന്തരമായി ഇങ്ങോട്ട് നോക്കി ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ ക്ഷാമത്തെ എല്ലാവരും അതിജീവിച്ചില്ലേ? അതേ സ്നേഹിത, ക്ഷാമകാലത്ത് നമ്മെ പോറ്റുന്ന ദൈവമുണ്ട്. ക്ഷാമകാലത്ത് നമ്മെ പോറ്റുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് നമ്മളൊരിക്കലും തകർന്നു പോകരുത്. അല്ലേലൂയ. അപ്പൊ ഇസ്ഹാക്കും ഇസ്മായിലും ഒരേ വീട്ടിൽ വളർന്നു. ഇസ്ഹാക്കിനേക്കാളും 14 വയസ്സ് മൂത്തവനാണ്. പക്ഷെ തന്റെ സ്വന്തം അനുജനായ ഇസ്ഹാക്കിനെ സ്നേഹിച്ചില്ല, അവനെ പരിഹസിച്ചുകൊണ്ടിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 21:9 കാണുന്നുണ്ട്. എന്നാൽ ഇസ്ഹാക്ക് ആ പരിഹാസ വാക്കുകളൊന്നും കാര്യമാക്കാതെ പുഞ്ചിരിയുടെ മകനായി കർത്താവിൽ സന്തുഷ്ടനായിരുന്നു. അബ്രഹാമിന്റെ ഭാര്യയായിരുന്ന സാറയ്ക്ക് സാറയ്ക്ക് മക്കളുണ്ടാകുന്നു. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വാഗ്ദത്ത പ്രകാരം നീണ്ട വർഷങ്ങൾ കാന്തരും വാമി മക്കൾ ഉണ്ടാകാതെ വന്നു കഴിഞ്ഞപ്പോൾ സാറ തന്റെ ദാസിയായിരുന്ന ഹാഗറിനെ അബ്രഹാമിന് ഭാര്യയായിട്ട് കൊടുത്തു. അബ്രഹാം അവളെ പരിഗ്രഹിച്ച് ഒരു കുട്ടിയുണ്ടായി. അവൻ ഇസ്മായിലിന് പേരിട്ടു. അതിനുശേഷം 14 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. അപ്പൊ ഇസ്ഹാക്കിനെക്കാൾ 14 വയസ്സ് മൂപ്പാണ് ഇസ്മായില്. അപ്പൊ ഇസ്മായിൽ ഒരിക്കലും ഇസ്ഹാക്കിനെ സ്വന്തം സഹോദരനായി അനുജനായി കരുതിയില്ല. എന്നും ഇസ്ഹാക്കിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പരിഹാസമെല്ലാം ഇസ്ഹാക്ക് കേൾക്കുമ്പോഴും സ്വന്തം ജ്യേഷ്ഠനെ നിന്ദിക്കാതെ അപമാനിക്ക് തിരിച്ച് പരിഹസിക്കാതെ ഇസ്ഹാക്ക് അവിടെല്ലാം പുഞ്ചിരിയുടെ മകനായി സന്തോഷനായി ജീവിച്ചു. അല്ലേലൂയ. അതേപോലെ എന്നെ കേൾക്കുന്ന നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധം ഫലിക്കില്ലെന്ന് യശയ്യാപ്രവാചകന്റെ പുസ്തകം 54:17 പറയുന്ന പോലെ ഇസ്ഹാക്കിന്റെ ജീവിതത്തിന് വിരോധമായി ഇസ്മായിൽ എത്രമാത്രം പരിഹാസ വാക്കുകൾ ഉയർത്തിയാലും പരിഹസിച്ചാലും അവന് വിരോധമായി ഇസ്ഹാക്ക് ഒരുങ്ങാതെ പുഞ്ചിരി എന്ന് പേരുള്ള സന്തോഷം എന്ന് പേരുള്ള സ്തോത്രം ഇസ്ഹാക്ക് എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് നടന്നു. തിരിച്ചു പ്രതികരിക്കാൻ പോയില്ല. അല്ലേ? അതാണ് ഇസ്ഹാക്കിന്റെ ജീവിത വിജയം. അല്ലേലൂയ. അപ്പം ഇസ്ഹാക്കിന് വിരോധമായി ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോൾ, നിനക്ക് വിരോധമായി ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോൾ, അല്ലേലൂയ, നിങ്ങളെ പരിഹസിച്ച് നിന്ദിക്കുമ്പോൾ കർത്താവിൽ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ എല്ലാവരും പരിഹസിക്കും. അല്ലെങ്കിൽ എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, പണിയെടുത്ത് ജീവിക്കത്തില്ലേ, എന്നൊക്കെ പണിയെടുക്കത്തില്ലേ, ആരോഗ്യമില്ലേ എന്നൊക്കെ ചോദിച്ചിടൂ, പണിയെടുക്കണു എന്നൊക്കെ പറയാറുണ്ട്. വെറും അവകാശമായ വാക്കുകളുടെ പരിഹാസത്തിന്റെ വാക്കുകളുടെ പലപ്പോഴും പുച്ഛമായ നിന്ദ്യമായ നീചമായ വാക്കുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ശരി, അവർ നോക്കുമ്പോൾ എനിക്ക് ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, പണിയെടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ചോദിക്കും. എന്റെ സഹോദരന്മാരെ ഞാൻ ഒരിക്കൽ ഞാൻ നല്ലൊരു ലോഡിങ്ങുകാരനായിരുന്നു. ലോഡിങ് നല്ല കഠിനാധ്വാനം ചെയ്ത് കഠിനമായ പണിയിൽ കീറാമുട്ടി വെട്ടിക്കീറി കീറാമുട്ടി ചുമന്നും എടുക്കാൻ വയ്യാത്ത ചുമടുകൾ എടുത്തും വലിയ കുഴിയിൽ കിടന്ന് തടി തണ്ടായം വെച്ച ഈ തൊളയെ ചുമന്ന് വീഴുന്നുണ്ട്. അങ്ങനെയൊക്കെ ചുമന്ന് കീറി ഒരുപാട് ജീവിതം നയിച്ച ആളാണ് ഞാൻ. എനിക്ക് പണിയെടുക്കാൻ അറിയുമ്പോഴേ. പക്ഷെ ദൈവം എന്നെ ആ കാലഘട്ടത്തിലെ ജീവിതത്തിന് വിളിച്ച് വേർതിരിച്ചിട്ട് കർത്താവിനോട് പറഞ്ഞു, നീ ഇന്ന് തൊട്ട് വേദപുസ്തകം പ്രസംഗിക്കണം. പത്രോസിനെ ദൈവം വിളിച്ചിട്ടെന്ന് പറഞ്ഞ് ഇന്ന് തൊട്ട് നീ മീനിനെ പിടിക്കുന്നവൻ നീ മനുഷ്യനെ പിടിക്കുന്നവനാകുമെന്നാണ് പറഞ്ഞു. എന്ന് പറഞ്ഞ് കർത്താവിനോട് പറഞ്ഞു, ഇനി നിന്നെ ഞാൻ അല്ലെങ്കിൽ മനുഷ്യനെ പിടിക്കുന്നവനാക്കും, നീ കീറാൻകുട്ടി ചുമന്നുകൊണ്ട് നടക്കുവാനല്ല, നീ എന്റെ വചനം പ്രസംഗിക്കണം.
അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇത് പണത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, ദിവ്യാഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ജീവിതമാർഗം കണ്ടെത്തിയതല്ല, പണിയെടുക്കാതെ ഉദാസീനതയോടെ ജീവിക്കാൻ വേണ്ടി മടിയനായി ജീവിക്കുവാൻ അങ്ങനെയല്ല ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്ന ജോലി കഠിനാധ്വാനമുള്ളതാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കഠിനാധ്വാനമുള്ളതാണ്. പ്രസംഗം എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനമുള്ളത്. നിങ്ങളൊരു രാഷ്ട്രീയക്കാരൻ പ്രസംഗിക്കുന്നവരല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു സാമൂഹ്യ സാംസ്കാരിക ചരിത്ര മാധ്യമ വീഡിയോ രംഗം നിൽക്കുന്നോ അല്ലെങ്കിൽ മറ്റു ആത്മീയമായല്ലാത്ത പ്രസംഗം നടത്താൻ അനവധി അങ്ങനത്തെ ഒരു പ്രസംഗമല്ല ഇത്. ഞങ്ങൾക്ക് ആത്മീയമായി പ്രസംഗിക്കണം, ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. ഞങ്ങളിരുന്ന് ഒരുപാട് വചനം വായിക്കണം, പഠിക്കണം, ഗ്രഹിക്കണം, വ്യാഖ്യാനിക്കണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. ഇതിന്റെയൊക്കെ പിന്നെ ഒരുപാട് കഷ്ടമാണ്. ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഒരുപാട് പരിഹാസത്തെ, നിന്നയുടെ, ആക്ഷേപത്തിന്റെ വാക്കുകൾ ഇങ്ങനെയൊക്കെ ചോദിച്ച് ഞങ്ങൾ കടന്നു വരും. പക്ഷെ ഞങ്ങൾ തിരിച്ചു മറുപടി പറയത്തില്ല. എന്തുകൊണ്ടറിയോ? ഇസഹാക്ക് പുഞ്ചിരിച്ചുകൊണ്ടിരുന്നത് പോലെ ഞങ്ങളെപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ നിങ്ങളെ പരിഹസിക്കാൻ തയ്യാറല്ല. പരിഹാസം എന്ന് പറയുന്നത് സാത്താന്റെ പരിപാടിയാണ്. അല്ലേ? സാത്താനാണ് ഒരാളെ പരിഹസിക്കുന്നത്. സാത്താനാണ് പരിഹാസത്തിന്റെ ആത്മാവ് തരുന്നത്. പരിഹാസം എന്നുള്ള പിശാചിന്റെ സ്വഭാവം. അതുകൊണ്ട് ഞങ്ങൾ ആത്മസ്വഭാവത്തിൽ നിൽക്കുന്നു. കർത്താവ് ഞങ്ങളെ പരിഹാസത്തിന്റെ സ്വഭാവത്തിൽ വിളിച്ച് വേർതിരിച്ച് പരിഹാസപ്പെടുത്തി ഇരിക്കാതെ, ദുഷ്ടന്റെ കൂടെ നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ഇസഹാക്കിനോടൊപ്പം ചേർന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഇസഹാക്ക് നിന്നെ പരിഹസിക്കുന്ന ഒരുവൻ നിന്റെ വീട്ടിലുണ്ട്. അവന്റെ പരിഹാസത്തിന് മുമ്പ് നീ പതറിപ്പോകാതെ നീ അവിടെ പുഞ്ചിരിയോടെ നിൽക്കണമെന്ന് കർത്താവ് ഇസഹാക്കിനോട് പറഞ്ഞവരെ ഞങ്ങളോടും പറഞ്ഞു. നിനക്ക് ഒരുപാട് പരിഹാസങ്ങൾ കടന്നു വരും കേട്ടോ. നീ അവിടെ പുഞ്ചിരിയോടെ നിൽക്കും. സഹോദര, മാതാവ്, പിതാവേ, നിനക്ക് ഒരുപാട് പരിഹാസങ്ങൾ, തുച്ഛമായ വാക്കുകൾ, നിന്ദ്യമായ വാക്കുകൾ, നിന്നെ അവഹേളിക്കുന്ന, പരിഹസിക്കുന്ന, നിന്റെ ചുരുക്കിട്ട് കുത്തുന്ന വിധത്തിലുള്ള, നിന്നെ തരം താഴ്ത്തുന്ന വിധത്തിലുള്ള, നിന്നെ ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള വാക്കുകൾ നിനക്കെതിരെ ചാക്കുളി പോലെ അമ്പ് പോലെ നിന്റെ മേൽ നിനക്ക് നേരെ വരുമ്പോൾ, അതിന്റെ ഹൃദയത്തിൽ ആഞ്ഞു തറയ്ക്കുമ്പോൾ, അതിന്റെ നടുവിൽ നീ പതറിപ്പോകാതെ ഇസഹാക്കിനെ പോലെ സന്തോഷിക്കണം. പൗലോസിനെ പോലെ എപ്പോഴും കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി എന്ന് പിന്നെ നിങ്ങൾ പറയുന്ന പൗലോസ് പറഞ്ഞ പോലെ സന്തോഷിക്കാൻ കഴിയണം കേട്ടോ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്താ നമ്മൾ വായിച്ചത്? ഹല്ലേലൂയ. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസഹാക്കും യാക്കോബും ചേർന്ന് കൂടാരങ്ങളിൽ പാർത്തതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം നമുക്ക് വേണ്ടി നല്ല വഴി ഒരുക്കിയിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി നല്ല വഴി ഒരുക്കിയിട്ടുണ്ട്. ശ്രേഷ്ഠമായ വാക്കിൽ ഒരുക്കിയിട്ടുണ്ട്. അത് നിന്റെ കഷ്ടത, നിന്റെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുക. ഇന്ന് പകരം നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവോ? ഏത് പരിഹാസം വന്നാലും, ഏത് പ്രതികൂലം വന്നാലും അതിന്റെ മുമ്പിൽ അടിപതറി പോകാതെ, ഒരു താഴടിയായി പോകാതെ, എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, അവൻ വിശ്വസ്തനാണ്, അവൻ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസഹാക്കിനെ പോലെ ഏത് സാഹചര്യം ചിരിച്ചുകൊണ്ട് നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ, അവിടുത്തെ കരങ്ങൾ എന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ കരങ്ങൾ എന്നെ ഏൽപ്പിക്കുകയാണ്. അവിടെ എന്നോട് കൃപ കാണിക്കണം. മനസ്സൻ ദയ തോന്നണമേ. എന്റെ കഷ്ടനഷ്ട വേദന ദുഃഖങ്ങൾക്കെല്ലാം ഒരു ആശ്വാസം തരണമെന്ന് പറഞ്ഞതിനോട് പ്രാർത്ഥിക്കും. ഇതുവരെ ക്രിസ്തുവിന് സന്തോഷം പ്രാപിപ്പാൻ കഴിയും. ക്രിസ്തു വേണ്ടി നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുക്കാതെ ഇന്ന് നീ കഠിനാധ്വാനത്തിലും കഠിന കഷ്ടതയും കഷ്ടപ്പാടിലും ശോധനയുടെ നിലവിലാണെങ്കിൽ കർത്താവ് ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുക. ഈ സ്കൂൾ തുറക്കുന്ന വർഷമാണല്ലോ. സ്കൂളിന്റെ പ്രവേശന ദിവസങ്ങളായല്ലോ. 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെല്ലാം ഒരുക്കത്തിലായിരിക്കുക. പേരൻസ് വളരെ കഷ്ടപ്പാടില്ല, വളരെ പ്രതിസന്ധികളുണ്ട്. ഉപരിപഠനത്തിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അല്ലെങ്കിൽ ഫീസുകളും പൈസകളൊക്കെ ഒരുപാട് ആവശ്യമാണ്. ഇവിടെ കുഞ്ഞുങ്ങൾക്കെല്ലാം സ്ഥിരമായിട്ട് അഡ്മിഷൻ തടസ്സം കൂടെ കിട്ടണം. എല്ലാം നമുക്ക് കഷ്ടത അനുഭവിക്കുന്ന എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈ സ്വർഗ്ഗ പിതാവ്, ഇന്ന് പകൽ നിങ്ങൾ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സ്വർഗത്തിന്റെ ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കണമേ. ദൈവിക വാഗ്ദത്തങ്ങൾക്കകത്ത് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇസഹാക്കിനെ പോലെ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ഏത് പ്രതികൂല സാഹചര്യ സന്തോഷത്തോടെ കർത്താവിൽ നിൽപ്പാൻ കൃപയണമേ. ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളും കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നിന്ദകളും സങ്കടങ്ങളും വേദനകളും അനുഭവിക്കുന്ന അനവധി സഹോദരി സൗരന്മാർ നിങ്ങളുടെ ഇടയിലോട് പ്രത്യേകിച്ച് ഈ മെസ്സേജ് കേൾക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസ കുട്ടികൾക്ക് കൊട്ടാരത്തിലെ പാർക്കുന്ന അനവധി ആളുകളെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാനുഷികമായ കരങ്ങളിൽ കുറുകി പോകുമ്പോൾ, മാനുഷികമായ സഹായങ്ങളിലെ മാറിപ്പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ ജനത്തെ അനുഗ്രഹിക്കണമേ. കഷ്ടതകൾ മാറട്ടെ, സങ്കടങ്ങൾ മാറട്ടെ, ദുഃഖങ്ങൾ മാറട്ടെ, വേദനകൾക്ക് ഒരു ആശ്വാസം കൊടുക്കണമേ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ സമാധാനം കൊടുക്കണമേ. എന്റെ ശൈശവത്തിനും ബാല്യത്തിലും യുവനത്തിലും വാർന്നിരാനുവൃത്തി രക്ഷണ യാചകർ ഓർഫനേജ് ഓട്ടങ്ങൾ തടവറയിലായി ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ രാജ്യരാഷ്ട്രത്തിനും എല്ലാ മത നേതാക്കന്മാർ രാഷ്ട്ര നേതാക്കന്മാരെയും എല്ലാ സാമൂഹിക സംസ്കാരത്തെ മാധ്യമം വലിയ നിങ്ങൾ പ്രവർത്തികളുടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അധ്യയന വർഷം കർത്താവ് സ്കൂൾ തുറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഉപരിപഠനത്തിനായി ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടണം. കേരളത്തിൽ വിദേശ
വിദേശത്തൊക്കെ കർത്താവ് എല്ലാ വഴി തുറക്കണമേ. പ്രവേശന ചേർന്ന കുഞ്ഞുങ്ങളെല്ലാം ഒരുങ്ങിയിരിക്കുന്ന കർത്താവിയെ എല്ലാം സൂക്ഷിക്കണം. കാലവർഷമൊന്നും ഒരു പ്രയാസമായി തീരാതെ എല്ലാ പെരുസിന്റെ മാതാപിതാക്കളെയും കർത്താവിയോട് നിറച്ചനുഗ്രഹിക്കണമേ. കർത്താവോട് ചേർന്ന് സഹാക്കളോട് ചേർന്ന് പുഞ്ചരിച്ച മുഖത്തോടെ ജീവിതം പ്രഭു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.